പല രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് ഷെയർ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലഭിക്കാറുണ്ട്. ദേശീയ പാർട്ടി പദവി തന്നെ നഷ്ടപ്പെട്ട പല പാർട്ടികളും ഉണ്ട്. എന്നാൽ അത് ലഭിച്ച പാർട്ടിയുമുണ്ട്. ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ട്രാക്ക് റെക്കോർഡ് അനുസരിച്ചാണ് അവർക്ക് ദേശീയ പാർട്ടി പദവി കിട്ടിയത്. ഡൽഹിയിലും പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഗോവയിലും അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ അനുസരിച്ചാണ് അവർക്ക് സംസ്ഥാന പാർട്ടി പദവി ഏറ്റവും വേഗത്തിൽ തന്നെ ലഭ്യമായത്. 2013 ആരംഭിച്ച പാർട്ടിക്ക് വളരെ ചുരുക്കത്തിൽ തന്നെ ആ സ്ഥാനപ്പട്ടികയിൽ കയറാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള നേട്ടമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ വളരെ വർഷങ്ങളായുള്ള ഐഡിയോളജിയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്കുമുള്ള CPIMന് സംസ്ഥാന പാർട്ടി പദവിയിലേക്ക് ചുരുങ്ങേണ്ട സാഹചര്യം വരുമോ എന്നുള്ളത് വളരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. 6% വോട്ട് ഷെയർ പോലും ബംഗാൾ ലോക്സഭയിൽ കിട്ടിയില്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും മാത്രമായുള്ള ഒരു പാർട്ടിക്ക് അവിടെ കൃത്യമായും ഒരു സീറ്റ് പോലും ത്രിപുരയിലോ ബംഗാളിലോ ലോക്സഭയിൽ ജയിക്കുമെന്നവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ പരിതാപകരമാണ്. കേരളത്തിൽ കൂടി ജയിച്ചില്ലെങ്കിൽ സംസ്ഥാന പാർട്ടി പദവിയിലേക്ക് ചുരുങ്ങും എന്നുള്ളത് ഒരു സംശയവുമില്ല. മുൻ മന്ത്രിയും CPIMൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന AK ബാലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ CPIMന് ഭാവിയിൽ ലഭിക്കുന്ന ചിഹ്നം, അങ്ങനെ പോലും വരാനുള്ള സാധ്യത വിദൂരമല്ല എന്ന്. സ്വന്തം പാർട്ടി നേതാവ് തന്നെ സ്വന്തം പാർട്ടിയെ ട്രോളുന്ന ഈ അവസ്ഥയിൽ മറ്റെന്താണ് പറയാൻ കഴിയുന്നത്? അതിവിദഗ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന CPIMന് എതിരാളികളോട് എന്നും കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്നു എന്ന് പറയുന്ന CPIMന് അഭിപ്രായ വ്യത്യാസം കാണിക്കുന്നവരോട് വളരെ കാടത്വം നിറഞ്ഞ രീതിയിൽ പെരുമാറുന്ന CPIMനോട് ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ കൂടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ CPIMന് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ അത് മഹാഭാഗ്യം എന്ന് തന്നെയാണ് MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ കേരളത്തിലെ CPIM ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുപക്ഷെ അവർ 2 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഒന്ന് മധുരയിലും മറ്റൊന്ന് ദിണ്ടിഗലിലും. ഈ 2 സീറ്റെങ്കിലും അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നമുക്കറിയാം, മധുരയിൽ സു വെങ്കടേശനാണ് അവിടുത്തെ MP. ഇക്കുറി മധുരയിൽ വിജയം CPIMലേക്ക് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണി വിജയിച്ചാൽ CPIMന് സ്വാഭാവികമായും കിട്ടാൻ പോകുന്ന 2 ലോക്സഭാ സീറ്റുകളും അതുതന്നെയായിരിക്കും. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ CPIM വട്ടപൂജ്യമാകില്ല എന്ന പ്രതീക്ഷയോടെയാണ് നീങ്ങുന്നത്.